വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി, കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക്. നമ്മുടെ ടെസ്റ്റിനകത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ? മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റാണ്. നമ്മുടെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ പന്തൽ എന്ന് പറയുന്നൊരു കവിതയുടെ ഒരു 8 വരി, അതായത് ഫസ്റ്റ് 4 വരിയും ലാസ്റ്റ് 4 വരിയായിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നും കാണാതെ പഠിക്കണ്ട, എന്നാലും ഒന്നറിയാനാണ്. പണ്ട് പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിയിടുമാ കാലം വന്നു പിറന്നിത് ചെന്നിണമോലും വാള് കണക്കൊരു തീനാളം കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിന് വളമേകി കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി. അതായത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ പന്തൽ എന്ന് പറയുന്നൊരു കവിതയിലെയാണിത്. മനുഷ്യർ തങ്ങളുടെ ചുറ്റുപാടിനെ രൂപപ്പെടുത്തി കൃഷി ആരംഭിച്ചതിനെക്കുറിച്ചാണ് വൈലോപ്പള്ളി ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. കൃഷിയുടെ ആരംഭത്തെക്കുറിച്ചും ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചും മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലോ നിങ്ങളെ? പാലിയോലിത്തിക് ഏജും മെസോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും ഒക്കെ പഠിച്ച ഉണ്ടോ അല്ലേ? ആദ്യമേ അവരെന്താ ഓരോന്ന് കണ്ടുപിടിച്ചതും പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങളും അല്ലേ, കൃഷിയിലോട്ട് അവർ വന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ അല്ലേ, നേരത്തെയുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ നിങ്ങളെ, പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമുക്ക് പോവാം. ഭൂമി, മനുഷ്യ അധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷിക ഉൽപാദനത്തിനായിട്ട് മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. കാർഷിക ഉൽപാദനത്തിനായിട്ട് ആദ്യകാലത്ത് മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത് എന്താണ് നിങ്ങളെ? ഭൂമിയും മനുഷ്യൻ്റെ അധ്വാനവുമായിരുന്നു കേട്ടോ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷി യോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം വേണ്ടി വന്നിരുന്നു അല്ലേ? ഇന്നത്തെ കൂട്ടുള്ള കാര്യങ്ങളൊന്നും അന്നില്ല കേട്ടോ നിങ്ങളെ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് കൂടുതൽ അധ്വാനം അവർക്ക് വേണ്ടി വന്നു. കാലക്രമേണ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ കൂടുതൽ ഭൂപ്രദേശങ്ങൾ കൃഷിയോഗ്യമാക്കി. ഇത് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. നമ്മുടെ താഴെ കൃഷി വ്യാപിക്കുന്നതിന് ഇടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊരു ചോദ്യമുണ്ട്. നമുക്കിവിടെ നോക്കൂ നിങ്ങളെ, പണ്ട് കാലത്ത് ഇന്നത്തെ കൂന്താലി, തൂമ്പ, അതായത് മൺവെട്ടി, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓരോ സ്ഥലത്ത് ഓരോ പേരാ പറയുന്നത് ഇല്ലേ, ഈ കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം അതൊന്നും പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അവരെന്താണ് കൂർത്ത ഈ മൃഗങ്ങളുടെ കൊമ്പുകളും അവരുടെ എല്ലുകളൊക്കെ കൂർപ്പിച്ച്, ഓർമ്മയുണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചത്? അങ്ങനെയൊക്കെയാണ് അവർ ആയുധങ്ങളായിട്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇല്ലേ. അത് വെച്ച് കിളച്ച് നമ്മളൊന്ന് ആലോചിക്കുക, അങ്ങനെയുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ഒരു കൊച്ചു കൊമ്പ് കെട്ടിയെന്ന് വെച്ചു, അത് വെച്ച് ഇന്ന് കുത്തി കിളച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, അത്ര സ്ഥലങ്ങൾക്ക് അവർ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രത്തോളം അവർ കഷ്ടപ്പെട്ടാണ് പണ്ട് കാലത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനും അക്കാലത്ത് അവർ കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നിരുന്നു. കാലക്രമേണ പിന്നീട് എത്രയോ നാളുകൾ കഴിഞ്ഞാണ് അല്ലേ സ്റ്റോൺ അല്ലേ ഓരോ ശിലായുഗത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കാലക്രമേണ ഇരുമ്പിലോട്ട് കയറിയ കാലഘട്ടമൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ ഇരുമ്പിൽ നിർമ്മിച്ച മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഭൂപ്രദേശങ്ങൾ അവരങ്ങ് കൃഷിയോഗ്യമാക്കി. അങ്ങനെ ഇത് ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ, കൃഷി ആയതിനു ശേഷമാണ് ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കാരണമായത് കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ കേട്ടോ. ഓക്കെ നിങ്ങളെ നോക്കിക്കേ, അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ഒരു ചോദ്യമുണ്ട്. വ്യാപാരത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? വ്യാപാരം, ട്രേഡ്, വ്യവസായം എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ലാബിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള മനുഷ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരീക്ഷിക്കുകയാണ് നിഷാൻ എന്ന പയ്യനെക്കുറിച്ച്. അതിനെ നമ്മൾ നോക്കിക്കേ, ഒരു പയ്യൻ അവിടെ തിരിഞ്ഞു നിൽപ്പുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. കൃഷിയുടെ വ്യാപനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിപണനം എന്നിവയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിച്ചതിൽ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് എഴുതാവും. നിങ്ങൾ നോക്കിയേ, ഭൂമി, മനുഷ്യ അധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷിക ഉൽപാദനത്തിനായി മനുഷ്യർ പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഇൻ ഏർലിയർ ടൈംസ്, അതൊരു ബോക്സ് ഇട്ട്, അതായത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്.
ഇൻ ഏർലിയർ ടൈംസിൽ ഇറ്റ് വാസ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ ലേബർ ദാറ്റ് പീപ്പിൾസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. കേട്ടോ, ഇനി നിഷാന്റെ നിരീക്ഷണം. അവിടെ നമ്മൾ ഇനിയും ഒരു നിഷാനെ കുറിച്ച് പഠിച്ചു അല്ലേ. നിഷാൻ അവിടെ എന്തൊക്കെയാണ് നിരീക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ തൊട്ട് താഴെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചിത്ര നിരീക്ഷണത്തിലൂടെ നിഷാൻ കണ്ടെത്തിയ ആശയങ്ങളെ അവരുടെ കാലക്രമം അനുസരിച്ച് പട്ടികപ്പെടുത്തു എന്നാണ്. നോക്കൂ നിങ്ങളെ, ആദ്യമേ അവർ ആയുധങ്ങളും ഉപകരണങ്ങളുടെയും നിർമ്മാണമായിരുന്നു. നോക്കിക്കേ, ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ് അല്ലേ. ആദ്യമേ നിഷാന്റെ നിരീക്ഷണം എഴുതാൻ ഒബ്സർവേഷൻ, ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ്. രണ്ടാമത് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷി വ്യാപിച്ചതിന് ശേഷം എന്താ, ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മ്യൂണിറ്റീസ്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നോട്ടാട്ടോ, മലയാളം ഞാൻ പറയാം കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണേ. അതായത് നിഷാന്റെ ഒബ്സർവേഷൻ്റെ ഒരു ചോദ്യം നമ്മുടെ ടെസ്റ്റിലുണ്ട്, അതാട്ടോ. The making of weapons and tools, the exchange of agriculture, the exchange of commodities, the sale of commodities. ഇത് ഈ 4 പോയിന്റ് ഓർമ്മ വേണം കേട്ടോ. ഏർലിയർ ദീസ് പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച്, അത് നോക്കണേ, നല്ലപോലെ ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അതായത് ഇത് ഓരോന്നിൻ്റെയും അർത്ഥം അറിയണേ. ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ് എന്ന് വെച്ചാൽ എന്താണ്, ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം. ആ പടം കണ്ടിട്ട് എഴുതാനായിട്ടോ, ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം. പിന്നെ 2 കൃഷിയുടെ വ്യാപനം, ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. അങ്ങനെ കുറേശ്ശെ വന്ന് കൃഷിയുടെ വ്യാപനമായി അല്ലേ. ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്, കമ്മോഡിറ്റീസ് എന്ന് വെച്ചാൽ ഇവിടെ സാധനങ്ങളുടെ കേട്ടോ എക്സ്ചേഞ്ച്, കൈമാറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. അതിനെക്കുറിച്ചും ഇനി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ദ സെയിൽ ഓഫ് കമ്മോഡിറ്റീസ്, ആ സാധനങ്ങളൊക്കെ വിൽക്കണ്ടേ, ദ സെയിൽ ഓഫ് കമ്മോഡിറ്റീസ്. ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ് എന്ന് വെച്ചാൽ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണം ആദ്യമേ. പിന്നെ ആ പടത്തിനകത്തിലെ കേട്ടോ ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, പിന്നെ കൃഷി വളർന്നു. എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്, സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ ദ സെയിൽ ഓഫ് കമ്മോഡിറ്റീസ്, സാധനങ്ങൾ വിൽക്കുന്നു. ഏർലിയർ ദീസ് പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് എക്സിസ്റ്റഡ് ഓൺലി ലോക്കലി എന്ന് വെച്ചാൽ എന്താ, മുമ്പ് ഈ വിനിമയ രീതി പ്രാദേശികപരമായി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. ഏർലിയർ മുമ്പ് ദ പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് എക്സിസ്റ്റഡ് ഓൺലി ലോക്കലി എന്നാട്ടോ. എന്ന് വെച്ചാൽ എന്താ നിങ്ങളിവിടെ മുമ്പ് ഇതെന്താ ഒരു പ്രാദേശികമായിട്ടെന്നാണ് ഇവിടെ ലോക്കലി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ച് ഗ്രാജുവലി ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, കോയിൻസ് മെയ്ഡ് ഓഫ് കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ് വെയർ യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇവിടെ നോക്കൂ നിങ്ങളെ, ക്രമേണ സാധനങ്ങളുടെ കൈമാറ്റത്തിനായിട്ട് ഗ്രാജുവലി ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, സാധാരണയായിട്ട് ഈ സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമല്ലോ. അതെങ്ങനെയാ എക്സ്ചേഞ്ച് ചെയ്തത്, ചെമ്പ് കേട്ടോ, കോയിൻസ് മെയ്ഡ് ഓഫ് ഏതൊക്കെയാ, കോപ്പർ, സിൽവർ, ഗോൾഡ്, വെയർ യൂസ്ഡ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ കൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ, കോയിനാണ് വിനിമയം ആദ്യമായിട്ട് അവർ ഉപയോഗിച്ചു. ആദ്യത്തെ കേട്ടോ, പിന്നീടുള്ള കാര്യങ്ങളാണ്. പിന്നോ സിൽക്ക് റൂട്ടിനെ കുറിച്ച്, വിച്ച് മെയിൻറ്റെയിൻഡ് ദ കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു വാണിജ്യ ബന്ധം നിലനിർത്താനായിട്ട് അവരെന്ത് ചെയ്തു, ഒരു വാണിജ്യ പാതയായിരുന്നു. അങ്ങനെയുള്ള ഒരു കൊമേഴ്സ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കേട്ടോ. കൊമേഴ്സ്യൽ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ ഇവിടെ വാണിജ്യപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബന്ധം അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താനായിട്ട് അവരൊരു വാണിജ്യ പാത ആയിരുന്നു, പാതയായിട്ടായിരുന്നു അവിടെ സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. സിൽക്ക് റൂട്ട് നമ്മൾ അതിനെക്കുറിച്ച് ടെസ്റ്റ് വായിക്കാം, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അതത്രയും നിഷാന്റെ ആ ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി മലയാളം മീഡിയക്കാർ അതെന്തോ എഴുതും കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കേ, ആയുധങ്ങളും ഉപകരണങ്ങളുടെയും നിർമ്മാണം, കൃഷിയുടെ വ്യാപനം, സാധനങ്ങളുടെ കൈമാറ്റം, സാധനങ്ങളുടെ വിൽപ്പന. മുമ്പ് ഈ വിനിമയ രീതി പ്രാദേശികമായി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. ക്രമേണ സാധനങ്ങളുടെ കൈമാറ്റത്തിനായിട്ട് ചെമ്പ്, സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായിട്ട് അവർ ഉപയോഗിച്ചു. പിന്നോ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തുന്നതിന് ഒരു പാതയുണ്ടായിരുന്നത് സിൽക്ക് റൂട്ട് കേട്ടോ, പാതയായിരുന്നു സിൽക്ക് റൂട്ട്. നമുക്കത് ടെസ്റ്റിൽ ഞാൻ വായിച്ചില്ല, അതുകൊണ്ടാണ്. ഇവിടെ നോക്കൂ നിങ്ങളെ, കൃഷി,
കൃഷി വ്യാപകമായതോടെ ഉൽപാദനം വർദ്ധിക്കുകയും അത് മിച്ച ഉൽപാദനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ മനുഷ്യർ ഭാവിയിലെ ഉപയോഗത്തിനായിട്ട് സൂക്ഷിച്ചു വെച്ചു. കാലക്രമേണ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുക മാത്രമല്ല ആവശ്യക്കാർക്ക് കൈമാറുകയും അവർ ചെയ്തു. സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറിയിരുന്ന സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. ബാർട്ടർ സമ്പ്രദായം എന്ന് പറയും, കൈമാറ്റ വ്യവസ്ഥ. പണ്ട് കാലത്തെ ഈ പറയുന്ന രൂപ, ഇന്ന് ഓരോ രാജ്യത്തെയും നമ്മുടെ രൂപ അല്ലെ, നമ്മുടെ ഇവിടുത്തെ നോട്ടുകൾ രൂപയുണ്ടല്ലോ നിങ്ങൾ ഇപ്പോഴത്തെ. അപ്പം ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ എന്ന് അടിച്ചിറക്കിയില്ലയോ, അതൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. ഏത് വർഷമാണെന്നല്ലേ. അപ്പം ഇതൊക്കെ ഇല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നേരവും ഈ പറയുന്ന ട്രാൻസാക്ഷൻ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കൽ വാങ്ങൽ നടക്കത്തില്ലേ. ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ കുറേ ചക്ക ഉണ്ടെന്ന് വെച്ചോ, എൻ്റെ വീട്ടിലെ പ്ലാവിൽ നിറച്ച് ചക്കയാണ്, എനിക്ക് എന്തായാലും ഒരു 10 മതിയെന്ന് വെച്ചോ ഇല്ലേ. എന്നും ഇപ്പം രാവിലെ ചക്ക തിന്നാൻ പറ്റത്തില്ലല്ലോ ഇല്ലയോ. പക്ഷെ അപ്പുറത്തെ വീട്ടുകാർക്ക് അവരുടെ വീട്ടിൽ പ്ലാവില്ല, അവരുടെ വീട്ടിൽ നോക്കിയപ്പോൾ നിറയെ ചീനിയാന്ന് വെച്ചോ. എൻ്റെ വീട്ടിൽ എൻ്റെ പ്ലാവയിൽ ഫുള്ള് ചക്ക നിന്നപ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിറയെ ചീനി അല്ലേ, കപ്പ. ഇനി അത് ഓരോ സ്ഥലത്തും ഓരോ പേരായില്ലേ, തപ്പിയോക്ക, ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അത് അവരുടെ വീട്ടിൽ അതാ ഉള്ളത് അല്ലേ. അപ്പം ഇത് എൻ്റെ വീട്ടിൽ ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ച് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ വേണമെന്നുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കും. അന്ന് അവർ പറയുന്നത് എന്താണെന്നറിയോ, ഒരു കാര്യം ചെയ്യേ, ഞാനൊരു ചക്ക തരാം, നിങ്ങൾ എനിക്ക് ഒരു മൂട് ചീനി തരുമോ, മനസ്സിലായോ. അങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തിരുന്നത്. നിങ്ങൾ എനിക്ക് അത് തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് തരാം എന്ന് പറയത്തില്ലേ, മനസ്സിലായോ. ആ ചക്ക അങ്ങോട്ട് കൊടുക്കാമെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അന്ന് സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു കൈമാറുന്നത്. സംഭവം പിടികിട്ടിയോ, എന്തേലും ആട്ടെ, ചക്കയോ മാങ്ങയോ എന്തേലും ആട്ടെ, സംഭവം പിടികിട്ടുന്നുണ്ടോ നിങ്ങൾ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെ ബാർട്ടർ സിസ്റ്റം എന്നാണ് പറയുന്നത് കേട്ടോ. ബാർട്ടർ സമ്പ്രദായം അല്ലെ കൈമാറ്റ വ്യവസ്ഥ, ബാർട്ടർ സമ്പ്രദായം കേട്ടോ. ആദ്യകാലത്ത് പ്രാദേശികമായി മാത്രമായിരുന്നു ഇത്തരം കൈമാറ്റം നിലനിന്നിരുന്നത്. തുടർന്ന് അത് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരുന്നു. ക്രമേണ സാധനങ്ങൾ കൈമാറ്റത്തിനായി ചെമ്പിലും വെള്ളിയിലും സ്വർണത്തിലും നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നോക്കണേ കുഞ്ഞുങ്ങൾ എന്തെല്ലാം ഉണ്ടത്, എന്നിവയൊക്കെ ആയിരുന്നു ആഭ്യന്തര വ്യാപാരത്തിനായ പ്രധാന വസ്തുക്കൾ. ആഭ്യന്തരമായിട്ട് കൊടുക്കാനുള്ളത് എന്തൊക്കെയാ, അവർ വില പിടിച്ചിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങളാ, കരകൗശല വസ്തുക്കള് കേട്ടോ, പിന്നെ തുണിത്തരങ്ങള്, പിന്നോ കാണുന്നില്ലയോ സുഗന്ധവ്യഞ്ജനങ്ങള്. കരകൗശല വസ്തുക്കള്, തുണിത്തരങ്ങള്, സുഗന്ധവ്യഞ്ജനങ്ങള് എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളെല്ലാം അവർ ആഭ്യന്തര വ്യാപാരത്തിലെ പ്രധാന വസ്തുക്കളായിട്ട് മാറ്റി. സാധനങ്ങളുടെ കൈമാറ്റം പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലും ആരംഭിച്ചു. ഈ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരും ചക്കയും മാങ്ങയും കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ അത് പിന്നെ എന്താ കുഞ്ഞുങ്ങളെ, അത് പിൽക്കാലത്ത് എന്ത് ചെയ്തു, വിദൂര ദേശങ്ങൾ തമ്മിലും, അപ്പുറത്തെ ദേശവും ഇപ്പുറത്തെ ദേശവും തമ്മിൽ ദേശങ്ങൾ തമ്മിലും ഇത് ആരംഭിച്ചു. വിദേശ വ്യാപാരം പുതിയ വ്യാപാര പാതയിൽ രൂപപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി. ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും, ഇപ്പൊ നമ്മൾ വായിച്ചായിരുന്നു, ഏഷ്യ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ഇവ തമ്മിലും വാണിജ്യബന്ധം നിലനിന്നിരുന്ന പട്ടുപാത ഇതിന് ഉദാഹരണമാണ് കേട്ടോ. ഇത് സിൽക്ക് റൂട്ട് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ നോക്കിയാൽ കൃഷിയുടെ വ്യാപനം, പിന്നെ അത് മിച്ച ഉൽപാദനമായി, ഉൽപ്പന്ന സംഭരണമായി, ഉൽപ്പന്ന കൈമാറ്റം, അത് പിന്നെ ചന്തകൾ അങ്ങാടിയിൽ കൊണ്ടുപോകുന്നു, കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളായിട്ട് മാറുന്നു. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഏതിൽ നിന്നാണ് കേട്ടോ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങളെ എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്താണ് കേട്ടോ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ അപ്പോൾ നോക്കിയേ, കൃഷിയിൽ നിന്നും വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തു. കൃഷിയിൽ നിന്നാണ് അല്ലേ, കൃഷിയിൽ അതായത് നമ്മളിപ്പോൾ ചേരയോ മാങ്ങയോ ചക്കയോ ചീനിയോ എന്തെങ്കിലുമൊക്കെ നട്ട് അത് വിളവെടുത്ത് അത് വിൽക്കാൻ നമ്മൾ കുറച്ചേ ഉള്ളെങ്കിൽ ചുറ്റുപാടുമുള്ള അവിടെ 5-6 വീടുകളിൽ കൊടുത്ത് വിറ്റ് കാശ് മേടിക്കും അല്ലേ. ഇച്ചിരി തോനെ ഉണ്ടെങ്കിലോ അവിടെ ഉള്ളവർക്കൊന്നും ഇപ്പം ഇന്ന് കൊടുത്തു, ഓക്കെ, നാളെ അവർക്കത് വേണ്ടാന്നുണ്ടെങ്കിലോ, അങ്ങനെയാണ് നമ്മൾ ഈ മാർക്കറ്റ് അല്ലേ, ചന്ത അല്ലേ, അങ്ങാടി എന്നൊക്കെ പറയാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോയി. മനസ്സിലാവുന്നുണ്ടോ. കൃഷിയിൽ നിന്നും അവരെന്ത് ചെയ്തു, അത് വിൽക്കാനുള്ള വ്യാപാരത്തിലേക്കുള്ള വളർച്ച നമ്മൾ ചർച്ച ചെയ്തു. കൃഷിയും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് വരുമാനം ലക്ഷ്യം വെച്ചുള്ളവ ആയിരുന്നു അല്ലേ. വരുമാനത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അഭിവൃദ്ധിയുടെ മൂല കാരണം സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ അഭാവം ഗുരുതരമായ ദുരിതം കൊണ്ടുവരുന്നു.
ഫലവത്തായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം നിലവിലുള്ള അഭിവൃദ്ധിയെയും ഭാവിയിലെ വളർച്ചയെയും അപകടപ്പെടുത്തുന്നു. കൗടില്യൻ എന്ന് പറയുന്ന, കണ്ടോ ഇവിടെ ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്, കൗടില്യൻ അർത്ഥശാസ്ത്രം, ഇവിടെ അർത്ഥശാസ്ത്ര എന്നായിരിക്കും ഇംഗ്ലീഷിൻ്റെ പുസ്തകം കേട്ടോ, അതിനകത്തിലെ വരികളാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന, ഇദ്ദേഹം ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണെന്നാണ് കൗടില്യൻ സൂചിപ്പിക്കുന്നത്. എന്താ കുഞ്ഞുങ്ങളെ അദ്ദേഹം പറയുന്നത്? കൗടില്യൻ എന്താ പറയുന്നത്? ഏതൊരു സമൂഹത്തിൻ്റെയും കേട്ടോ പുരോഗതി നിർണയിക്കുന്നത്, ഏതൊരു സമൂഹത്തിൻ്റെയും പുരോഗതി നിർണയിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളായാണെന്നാണ് കൗടില്യൻ പറയുന്നത് കേട്ടോ. അദ്ദേഹം ഇനി എന്താണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലേ? ഈ സാമ്പത്തിക പ്രവർത്തനം എക്കണോമിക് ആക്ടിവിറ്റീസ്, ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ കേട്ടോ. ഇനി മുതൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എന്ന്, ഇതുവരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വായിക്കാനുള്ളതേ ഉള്ളായിരുന്നു നിങ്ങളെ, ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നോക്കിക്കേ, എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? വരുമാനം ലഭ്യമാകുന്ന, മീൻസ് ഇവിടെ പറഞ്ഞിട്ട് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് ആർ മെയ്ഡ് പോസിബിൾ ത്രൂ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. Activities that generate income are economic activities. These activities are made possible through the process of production. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫീൽഡ് ചെയ്യുമ്പോൾ അല്ലേ, അതെന്തോ ആയിക്കോട്ടെ, നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു കയർ വ്യവസായം, അതിൽ നമുക്ക് ലാഭം ഉണ്ടാവാൻ വേണ്ടിയല്ലേ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്തുകൊണ്ട് എന്താ അല്ലേ, വരുമാനം വേണം നമുക്ക്. വരുമാനം ലഭ്യമാകുന്ന വരുമാനം ലഭ്യമാകുന്ന എന്ത് പ്രവർത്തനങ്ങളെയും നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. പ്രൊഡക്ഷൻ, ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് കേട്ടോ. പോസിബിൾ, സാധ്യമാകുന്നത് ഒരു മാർക്കിന് എളുപ്പം ചോദിക്കാം, ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, ഇതാണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടോ ഞങ്ങളെ തേയിലയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. തേയില നോക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണല്ലോ ചായ. ആണോ നിങ്ങളെ അല്ലേ? നമ്മളെല്ലാം രാവിലെ എഴുന്നേറ്റ് അല്ലേ, നിങ്ങൾ കുഞ്ഞുങ്ങളായപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പല്ലും തേച്ചിട്ട് വരുമ്പോഴത്തേക്ക് അമ്മ ഇട്ട് വെക്കും അല്ലേ. പക്ഷെ ഞങ്ങൾ എന്താണ്, ഇട്ട് കുടിക്കണ്ടേ? അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പാനീയങ്ങളിൽ ഒന്നാണ് ചായ അല്ലേ. പക്ഷെ ചായ ഉണ്ടാക്കുന്നതിന് എന്ത് വേണം? തേയില വേണം, വെള്ളം വേണം, പാല് വേണം അല്ലേ. ഇവിടെ നമുക്ക് തേയിലയെക്കുറിച്ചാണ് പറയുന്നത്. തേയില ആവശ്യമാണ്. തേയില എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ എത്തുന്നത്? നമ്മൾ രാവിലെ പോയി മൂന്നാർ എസ്റ്റേറ്റിലോ അല്ലെങ്കിൽ തേയിലയുള്ള എവിടെയെങ്കിലും പോയി തേയില എടുത്തുകൊണ്ട് വന്നിട്ടാണോ നിങ്ങൾ നമ്മൾ രാവിലെ ചായ ഇടുന്നത്? എന്നൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ. തേയിലച്ചെടികളിൽ നിന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ, തേയിലച്ചെടികളിൽ നിന്നും ഇലകൾ നുള്ളിയെടുക്കുന്നു. ഫസ്റ്റ് പടം കണ്ടോ, അവിടെ നിന്ന് അതിൻ്റെ മണ്ട ഇങ്ങനെ കുറച്ച് ഒടിച്ചെടുക്കുന്നു, അതിനെ നുള്ളിയെടുക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് രണ്ടാമത് നോക്കിയേ, ഫാക്ടറിയിൽ, ഞങ്ങൾ മൂന്നാറിലുണ്ട് അല്ലേ, എൻ്റെ ഫാക്ടറി ഉണ്ട്. മൂന്നാറിലല്ലോ നിങ്ങളെ, ഊട്ടിയിലല്ലേ തേയിലത്. ഓക്കെ, ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഊട്ടിയിൽ തേയിലയുടെ ഫാക്ടറി പോയിരുന്നു. ഓക്കെ, തേയില അവ ഫാക്ടറിയിൽ എത്തിച്ച് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു. അവർ കുറേ പേര് ഇല നുള്ളി കളക്ട് ചെയ്തിട്ട് അത് കൊണ്ടുവന്ന് ഫാക്ടറി കൊണ്ടു കൊടുക്കുന്നു. ഫാക്ടറിയിൽ അതെന്ത് ചെയ്തു, ഇതിനെ നല്ലപോലെ ഒരുപാട് പരിപാടിയുണ്ട് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തേയില മേടിച്ചുകൊണ്ട് വരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അല്ലേ. അത് സംസ്കരിച്ച് തേയിലപ്പൊടിയാക്കി മാറ്റുന്നു. ഈ തേയിലപ്പൊടി കവറുകളിലാക്കി വാഹനങ്ങളിൽ നമ്മുടെ വീടിന് സമീപത്തുള്ള കടകളിലേക്ക് എത്തിക്കുന്നു അല്ലേ. എന്തെല്ലാം ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീട്ടിലത് വരുന്നത് അല്ലേ. തേയിലത്തോട്ടങ്ങളിൽ നിന്നും തേയില നമ്മുടെ കൈകളിൽ എത്തുന്നത് വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവയുടെ പൊതു സ്വഭാവം അനുസരിച്ച് 3 മേഖലകളായിട്ട് നമുക്ക് തിരിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കും, ഒരു അടുക്കളയിലിരിക്കുന്ന തേയില ടിൻ്റെ എടുത്തിട്ട് തേയില ഒരു ഇച്ചിരി ചായ അല്ലേ നമ്മൾ പാലിനകത്ത് ഇട്ട് ചായ കുടിക്കുന്നു. ഈ തേയില എവിടെ നിന്ന് വരുന്നു എന്ന് വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. ആ തേയില നോക്കി ഏതെങ്കിലും പാവം പിടിച്ച അല്ലേ ആൾക്കാർ അതിൻ്റെ തേയില എത്രയോ മെനക്കെട്ടായിരിക്കും, അത്രയും അതിൻ്റെ മണ്ട അല്ലേ, അവരുടെ നഖമൊക്കെ ഒടിഞ്ഞൊക്കെ പോയി കാണും അല്ലേ, അവരെത്ര കഷ്ടപ്പെട്ടായിരിക്കും. അങ്ങനെ അത് അവരെല്ലാം കൂടെ കളക്ട് ചെയ്ത് നഖം വെച്ച് ആയിരിക്കത്തില്ല അല്ലേ, അത് മുറിക്കുന്ന എന്തെങ്കിലും കാണുമായിരിക്കും
അല്ലേ? അത് വെച്ച് കളക്ട് ചെയ്തിട്ട് അത് ചുമന്ന് കിട്ടി എന്തെങ്കിലും ചാക്കിലോ വല്ലോ ആക്കി കളക്ട് ചെയ്തിട്ട് ഫാക്ടറി കൊണ്ട് കൊടുക്കുന്നു. ഫാക്ടറിയിലോ എന്ത് വേണ്ടി സ്റ്റാഫ് ഉണ്ടെന്നറിയോ, അതെല്ലാം കൂടെ ഓരോ സെക്ഷനായിട്ട് മാറ്റിയും തിരിച്ചും മാറ്റിയൊക്കെ ആയിട്ട് അത് പൊടിച്ചിട്ട് അതിൻ്റെ അവരുടെ കമ്പനി പേരും ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഹോൾസെയിൽ ഓരോ വലിയ വലിയ കടകളിൽ കൊടുക്കുന്നു. അവിടുന്ന് അത് ചെറിയ 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 കടകളിലോട്ട് മാറ്റുന്നു. എന്തിന് നമ്മുടെ അടുക്കളയിൽ വരെ സാധനം എത്തുന്നു. ഇത് എങ്ങനെ വരുന്നു എന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇനി അതിനകത്തിൽ ഒരു കാര്യം കൂടെ ഒന്ന് അറിയണമെങ്കിൽ ട്രേഡ്, നമ്മൾ ഈ വ്യാപാരം എന്നാൽ എന്താണ്? ഒരു മാർക്കിന് ചോദിക്കാം. നമുക്ക് പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ വ്യാപാരം അല്ലെങ്കിൽ ട്രേഡ് എന്ന് പറയുന്നത്. പ്രതിഫലം ഈടാക്കിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ കേട്ടോ. ഏതെങ്കിലും പ്രതിഫലം ഈടാക്കിയിട്ടാണ്. നമ്മളിപ്പോൾ തേയിലയുടെ കാര്യം തന്നെ പറഞ്ഞു. തേയില നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കടയിൽ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ അതിങ്ങോട്ട് വാങ്ങുന്നത്, അല്ലേ? ചുമ്മാതെ എന്ന് ചോദിക്കാൻ നമ്മുടെ കുഞ്ഞമ്മയുടെ കട വല്ലതും വന്നോ? അല്ല, നമ്മൾ ഏത് കടയിലായാലും അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോഴാണ്. ഞാനിത് മനസ്സിലാവാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പ്രതിഫലം ഈടാക്കിയിട്ടാണ് അതിപ്പോൾ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാപാരം എന്ന് പറയുന്നത്. ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ റിവാർഡ് കേട്ടോ. ഇനി ബാർട്ടർ സിസ്റ്റം, മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു ബാർട്ടർ സിസ്റ്റം എന്താണ്, അല്ലേ? അതിൻ്റെ നോട്ടാണ്. ബാർട്ടർ സിസ്റ്റം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഫോർ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഡയറക്റ്റ്ലി ഫോർ അതർ ഗുഡ്സ് ഓർ സർവീസ് വിത്തൗട്ട് യൂസിങ് മണി. പണം ഇല്ലാതിരുന്ന ഒരു കാലത്ത്, അല്ലേ? പണം ഉപയോഗിക്കാതെ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ കൈമാറ്റം ചെയ്യുന്ന സാമ്പത്തിക സംവിധാനത്തിന് പറയുന്ന പേരാവും ഞങ്ങളെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇതും ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ, അപ്പോൾ ഒന്നാമത് നിങ്ങൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്താണ്. പിന്നെന്താ വെച്ചാൽ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനമാവും നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം. എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 3 സെക്ടർ. ഓർത്തോണേ, എക്കണോമിക് ആക്ടിവിറ്റീസ് അതായത് നമ്മുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ അനുസരിച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. പൊതുവായ സവിശേഷതകൾ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അടിസ്ഥാനമാക്കി 3 ആയിട്ട് അതിനെ തരംതിരിക്കുന്നു. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഏതൊക്കെയാവും നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടാണ് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിറ്ററി എന്നല്ല നിങ്ങൾ കേട്ടോ. നമ്മൾ പ്രൈമറി സെക്കൻഡറി ടെറിറ്ററി എന്നല്ല, ടെറിഷ്യറി എന്നാണ് ഉച്ചരിക്കേണ്ടത് കേട്ടോ. ടെറിറ്ററി ഇത് പഠിച്ചെന്ന് വിചാരിച്ചും കുഴപ്പമില്ല, സ്പെല്ലിങ് കറക്റ്റ് ആക്കണമെന്നുള്ള കേട്ടോ. ടെറിഷ്യറി എന്ന ഷ എന്നവിടെ ഉച്ചരിക്കണം കേട്ടോ. ടെറിഷ്യറി ഓക്കെ ആണോ? ടെറിറ്റിയറി എന്ന് പറഞ്ഞാലും ശരിയാ, ടെറിറ്റിയറി കേട്ടോ. സ്പെല്ലിങ് അറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുമ്പോഴേ സ്പെല്ലിങ് എടുത്ത്, കാരണം നിങ്ങൾ 6-ലല്ലേ ആയുള്ളൂ. അപ്പോൾ സ്പെല്ലിങ് ടെറിറ്റിയറി എന്ന് പഠിക്കുന്ന എളുപ്പമായി എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? അപ്പം നിങ്ങൾ ആ പഠിച്ചത് ചെന്ന് എഴുതുമ്പം ടിയറി TI അങ്ങനെ വരും കേട്ടോ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കേട്ടോ ടെറിഷ്യറി എന്നാണ് സാധാരണ അതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോക്കിയേ, നമ്മൾ പറഞ്ഞു 3 എണ്ണം ഉണ്ടെന്ന് നോക്കൂ നിങ്ങളെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി സെക്ടർ, ഒന്നാമത്തെ സെക്ടറാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ മേഖലയാണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല. ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്റ്റ്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. ദി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവൺ ടു അഗ്രികൾച്ചർ. അതായത് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയിൽ നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങൾ അല്ലേ, ഇത് നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ. നേരിട്ട് കേട്ടോ. ഇപ്പൊ പാലുൽപാദനമൊക്കെ നമ്മുടെ വീട്ടിൽ പശു അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നേരിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇല്ലേ. പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതിയിലുള്ള വിഭവങ്ങളൊക്കെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കേട്ടോ. എന്താ നിങ്ങളെ പ്രൈമറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ, ഈ ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഈ സെക്ടർ അതുകൊണ്ട് കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ ഈ മേഖലയെ അഗ്രികൾച്ചർ സെക്ടർ, പ്രൈമറി സെക്ടറിൻ്റെ വേറൊരു പേരാണ് തിരിഞ്ഞു പോകല് അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് എക്സാമ്പിൾ അഗ്രികൾച്ചർ, മൈനിങ്ങും ഫോറസ്ട്രി, ഫിഷറീസ് ഇതൊക്കെ എക്സാമ്പിൾസുകളാണ്. കൃഷി, ഖനനം, വനപരിപാലനം, മത്സ്യബന്ധനം ഇവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒന്നാമത്തെ ഇത് ഇത്രയൊക്കെയാണോ? മലയാളം ഇംഗ്ലീഷും കൊണ്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കണേ. അടുത്ത രണ്ടാമത്തെ നിങ്ങളെ സെക്കൻഡറി സെക്ടർ.
ദ്വിതീയ, സെക്കൻഡ് എന്ന് വെച്ചാൽ രണ്ടാമത്, അല്ലേ, ദ്വിതീയ മേഖല. ദ സെക്കൻഡറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ. This sector is also known as the industrial sector because it gives importance to industries. എന്താ നിങ്ങൾ രണ്ടാമത്തെയാണ് ദ്വിതീയ മേഖല. എന്താ ദ്വിതീയ മേഖല? ദ സെക്കൻഡറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ. ദിസ് സെക്ടർ ഈസ് ആൾസോ നോൺ ആസ്, ഒന്നാമത്തെ പ്രൈമറി സെക്ടറിനെ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞു, സെക്കൻഡറി സെക്ടറിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നു. മറന്നു പോവില്ലേ കേട്ടോ. പ്രൈമറി സെക്ടറിനെ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നു, സെക്കൻഡറി സെക്ടറിനെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും പറയുന്നു. അതിനകത്തിൽ ഏതൊക്കെയാണ് വരുന്നത്? പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഒക്കെ ഏതാ? സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ വരുന്നതാ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരത് എഴുതിയെടുക്കണേ. ഓക്കെ, അതിൻ്റെ മലയാളം നോക്കൂ കുഞ്ഞുങ്ങളെ. ദ്വിതീയ മേഖല എന്നാൽ എന്താണ്? പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല കേട്ടോ. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ, പ്രാഥമികം എന്ന് വെച്ചാൽ എന്താ? ആദ്യത്തെ നമ്മൾ പഠിച്ചില്ലേ, ഏതാ? പ്രൈമറി അല്ലേ. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയൊരു ഉൽപ്പന്നത്തെ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു. നോക്കണേ കേട്ടോ. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. വൈദ്യുത ഉൽപാദനവും ടെക്സ്റ്റൈൽ വ്യവസായവും കെട്ടിട നിർമ്മാണവും ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. അടുത്ത മൂന്നാമത്തെയാണ്, 3 ഉണ്ട്. നമ്മൾ പഠിക്കുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്, അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ എത്രയായിട്ട് തിരിക്കുന്നു വെച്ചാൽ 3 തെറ്റിപ്പോവല്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കേട്ടോ. തൃതീയ മേഖല. ദ ടെറിഷറി സെക്ടർ ഈസ് ദ സെക്ടർ ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ primary and secondary sector. It includes all kinds of service activities such as the storage and distribution of products from the primary sector, primary and secondary sectors. Therefore, this sector is also known as a service sector. ഇനി സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ടെറിഷറി സെക്ടറിനെയാണ് കേട്ടോ. ഓരോന്ന് ഓർത്തോണ്ടേ നിങ്ങളെ. അഗ്രികൾച്ചർ സെക്ടർ എന്നറിയപ്പെടുന്നത് പ്രൈമറി സെക്ടറിനെയാണ്. സെക്കൻഡറി സെക്ടർ എന്നറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെയാണ്. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചതാ ടെറിഷറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? സർവീസ് സെക്ടറിനെയാണ് കേട്ടോ. അതായത് ബാങ്കിങ്, ഹെൽത്ത് കെയറും ഒക്കെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം എന്താ? ടെറിഷറി വരുന്നത് കേട്ടോ. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം ചെയ്യുന്ന പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല കേട്ടോ. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുത്തുന്നു. അതിനാൽ ഈ മേഖലയെ എല്ലാവർക്കും സേവനം ചെയ്യുമോ? സേവനം അല്ലേ? അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അവരെ സേവന മേഖല എന്ന് അറിയപ്പെടുന്നത്. ബാങ്കിങ് ഉണ്ട്, ആരോഗ്യരംഗം, വാർത്താവിനിമയമൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ വായിച്ചതിൻ്റെ ഓരോന്നോ നോട്ട് എഴുതുന്നത് 3 മേഖലയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനം നോക്കൂ കുഞ്ഞുങ്ങളെ. മൈനിങ് ഉണ്ട് അല്ലേ, ഖനനമുണ്ട്, ഫിഷറീസ് ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, വ്യവസായ ഇൻഡസ്ട്രി ഉണ്ട്, കെട്ടിട നിർമ്മാണമുണ്ട്, കൃഷി, വൈദ്യുത ഉൽപ്പാദനം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇങ്ങനെ കുറേ പടം കൊടുത്തിട്ടുണ്ട്. താഴെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് എഴുതാം. അതുകൊണ്ട് എഴുതിയിട്ട് ഫസ്റ്റ് പാർട്ട് വൈൻഡപ്പ് ചെയ്യാം. നോക്കിയേ, പ്രൈമറി സെക്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കൂ കുഞ്ഞുങ്ങളെ. മൈനിങ്, ഖനനം, ഫിഷിങ്, മത്സ്യബന്ധനം, അഗ്രികൾച്ചർ, കൃഷി. മലയാളംകാർ അത് എഴുതിയെടുക്കണം, ഇംഗ്ലീഷുകാർ അവർ എഴുതണം കേട്ടോ. ഇൻഡസ്ട്രി, വ്യവസായം, കൺസ്ട്രക്ഷൻ, കെട്ടിട നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപാദനം, ഇതൊക്കെ സെക്കൻഡറി വരുന്നതാണ്. ടെറിഷറിയിലോ ഹെൽത്ത് സെക്ടർ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇങ്ങനെയുള്ള എല്ലാം ടെറിഷറിയിലും വരുന്നതാണ് കേട്ടോ. അപ്പം 3, 3, 6, 3, 9 തന്നിട്ട് നിങ്ങൾക്ക് ഇത് പ്രൈമറിയും സെക്കൻഡറിയും ടെറിഷറിയും വേർതിരിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. മൈനിങ്ങും ഫിഷിങ്ങും അഗ്രികൾച്ചറൊക്കെ പ്രാഥമിക ഇതിൽ വരുന്നതാണ് കേട്ടോ. പ്രൈമറി സെക്ടറിൽ വരുന്ന തിരിഞ്ഞു പോവില്ല കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 79 വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി, അതായത് ഒരു ലിങ്ക് കൂടെ ഒരു ഇത് വിടാകുമ്പോൾ നമ്മളൊക്കെ മൊത്തം തരാം. ഇനി അടുത്ത പൂജയുടെ അവധിയല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ 2-3 ദിവസം റെസ്റ്റാണ്. പൂജയുടെ അവധി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോട്ട് തരാം കേട്ടോ. അപ്പം വൃത്തിയായിട്ട് നോട്ട് എഴുതിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു, ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.